എറണാകുളം കളമശ്ശേരിയിൽ വൈറൽ മെനിഞ്ചൈറ്റിസ് ലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 5 വിദ്യാർത്ഥികൾ ചികിത്സയിൽ തുടരുകയാണ്. കളമശ്ശേരി സെയിന്റ് പോൾ ഇന്റർനാഷണൽ പബ്ലിക് സ്കൂളിലെ 1-2 ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് വിവിധ ആശുപത്രികൾ ചികിത്സ തേടിയത്. ഈ 5 കുട്ടികളും അടുത്ത് ഇടപഴകുന്ന കുട്ടികളാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇതിൽ 2 പേർ ആസ്റ്റർ മെഡിസിറ്റിയിലും 3 പേർ കൊച്ചി റിനെ മെഡിസിറ്റിയിലുമാണ്. ഹലോ, ഞാൻ ഡോക്ടർ ഡേവിഡ്സൺ, കുട്ടികളുടെ ന്യൂറോളജിസ്റ്റ്. എന്താണ് മെനിഞ്ചൈറ്റിസ്? നമുക്കെല്ലാം ഉടുപ്പുള്ളതുപോലെ തലച്ചോറിന് ഒരു ഉടുപ്പുണ്ട്. അതിൻ്റെ പേരാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. ആ ഉടുപ്പിലേക്ക് ബാക്ടീരിയ, വൈറസ് വരുന്ന അതിലേക്കുള്ളൊരു ഇൻഫെക്ഷനെയാണ് നമ്മൾ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. ഈ അസുഖം എങ്ങനെ കണ്ടുപിടിക്കാം? ഒരേ ഒരു ടെസ്റ്റാണ് ഡോക്ടർമാർ പറയുക. നട്ടലിൽ നിന്ന് വെള്ളം കുത്തിയെടുത്ത് ബ്രെയിനിലെ ഫ്ലൂയിഡ് ടെസ്റ്റ് ചെയ്യുക. ഉദാഹരണത്തിന് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് കുറവാണെങ്കിൽ എക്സ്റേ എടുത്തിട്ടോ CT സ്കാൻ ചെയ്തോ അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് ബ്ലഡ് ടെസ്റ്റ് തന്നെ ചെയ്യണം. ഇത് തലച്ചോറിലെ ഇൻഫെക്ഷനാണെന്ന് മനസ്സിലാക്കുക. അതിന് തലച്ചോറിലെ ഫ്ലൂയിഡ് തന്നെ ടെസ്റ്റ് ചെയ്യണം. ഇതിന് ചികിത്സയുണ്ടോ? 100% ക്യൂറബിൾ ആയിട്ടുള്ള ഒരു അസുഖമാണ്. അത് പേടിക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയില്ല. ഈ അസുഖം വരുന്ന ഏകദേശം 90% കുട്ടികൾക്കും ഭാവിയിൽ വൈകല്യങ്ങളൊന്നും ഞങ്ങൾ കാണാറില്ല. ഈ അസുഖത്തിന് പ്രതിരോധമായിട്ട് കുത്തിവയ്പ്പ് മാത്രമാണുള്ളത്. ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതീവമായിട്ടുള്ള തലവേദന, കഴുത്തിൽ വേദന, ലൈറ്റ് അടിക്കുമ്പോൾ അതീവമായിട്ടുള്ള ഇറിറ്റേഷൻ, ഛർദി, ഇതൊക്കെയാവാം. പൊതുവെ ഇത് വരുന്നത് ഒരു ഇൻഫെക്ഷൻ ദേഹത്ത് കയറുമ്പോൾ ബ്ലഡിൽ കൂടെ ആ ബാക്ടീരിയയോ വൈറസോ അണുരോഗം തലച്ചോറിലേക്ക് പടരുന്നു. അങ്ങനെയാണ് മെനിഞ്ചൈറ്റിസ് വരുന്നത്. സോ മെനിഞ്ചൈറ്റിസിനെ പേടിക്കേണ്ട, ജാഗ്രത മാത്രം മതി. ഈ ലക്ഷണങ്ങളുണ്ടെങ്കിൽ അടുത്തുള്ള കുട്ടികളുടെ ന്യൂറോളജിസ്റ്റിനെ സമീപിക്കുക, ചികിത്സ കണ്ടെത്തുക.